ബാഹുബലി സിനിമ കണ്ടവർക്ക് അതിലെ ഒരു നായികയായ തമന്നയെ ഓർമ്മയുണ്ടാവും. പ്രഭാസ് അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ മകൻ കഥാപാത്രത്തിൻ്റെ കാമുകിയായിരുന്നു തമന്ന. തമന്നയുടെ കഥാപാത്രത്തിൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി. ഏതായാലും തമന്ന ഒരു സുന്ദരിയാണ്, നമ്മുടെ സിനിമാ രംഗത്തെ ഏറ്റവും വിലപിടിപ്പുള്ള താരങ്ങളിലൊന്നാണ്. പക്ഷെ കർണാടകയിൽ തമന്നയുടെ പേരിൽ വലിയ വിവാദമാണ്. കർണാടക സോപ്സ്, മൈസൂർ സാൻഡൽ, അവരുടെ മൈസൂർ സാൻഡൽ സോപ്പ് വളരെ പ്രസിദ്ധമാണ്. വളരെ ഇന്ത്യയിലെ ഏറ്റവും പ്രചാരമുള്ള പ്രസിദ്ധമായ സോപ്പുകളിലൊന്നാണ്. അതിൻ്റെ മോഡലായിട്ട് തമന്ന ഉപയോഗിക്കുന്ന സോപ്പ്, പണ്ട് ശ്രീദേവിയുടെ ലക്സിൻ്റെ പരസ്യം വന്നത്, തമന്നയുടെ സോപ്പ്, തമന്ന കുളിക്കുന്നത് മൈസൂർ സാൻഡൽ തേച്ചാണ് എന്ന് പറഞ്ഞാൽ സോപ്പിന് കച്ചവടം ഉണ്ടാകുമെന്നാണ് കർണാടക സർക്കാർ പറഞ്ഞത്. എന്നാൽ അവിടെ കുറച്ചാളുകൾ ഇതിനെതിരെ ബഹളം ഉണ്ടാക്കി തമന്നയെ ഒഴിവാക്കണമെന്ന് പറഞ്ഞ് വലിയ വിവാദമായി. ശ്രദ്ധിച്ചായിരുന്നോ ഈ വിവാദം? പിന്നെ തീർച്ചയായിട്ടും ഞാനത് ശ്രദ്ധിച്ചു. ഇന്ന് ഞാൻ 2 ദിവസമായിട്ട് ആ വാർത്തകൾ ഇങ്ങനെ കാണുന്നുണ്ട്. മൈസൂർ സാൻഡലാണോ ഉപയോഗിക്കുന്നത്? അല്ലല്ല, മൈസൂർ സാൻഡലൊന്നുമല്ല. പക്ഷെ എന്നെ അതിനകത്ത് ബാധിച്ചൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മന്ത്രി MB പട്ടേൽ ഇതിനകത്ത് പറഞ്ഞ ഒരു തീരുമാനമാണ്. മന്ത്രി വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞ് ഇത് കച്ചവടമാണ്. സോപ്പ് പിന്നെ കച്ചവടം നടത്താനുള്ളതാണല്ലോ. മൈസൂർ സാൻഡൽ എന്ന് പറയുന്ന അതിൻ്റെ പ്രോഡക്റ്റ്സ് മുഴുവൻ കച്ചവടത്തിനുള്ളതാണ്. ഹാൻഡ് വാഷ് അടക്കം പലതും ഉണ്ട് അതിനകത്ത്, ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട്. ഈ പ്രോഡക്റ്റ് വിറ്റഴിക്കണം. അത് വിറ്റഴിക്കുന്നതിന് വേണ്ടി ഒരു മോഡലും ബ്രാൻഡ് അംബാസഡറും വേണം. ആ മോഡലും ബ്രാൻഡ് അംബാസഡറും ഒരു കർണാടകക്കാരിയെ ആയാൽ ശരിയാവില്ല. അവർ പറയുന്നത് വിറ്റഴിക്കാൻ കർണാടകക്കാരിയെ വെച്ചുകൂടെ എന്നാണ് ചോദിക്കുന്നത്. അവിടെയാണ് പ്രശ്നം. മൊത്തം ഉൽപ്പന്നങ്ങളുടെ 19% മാത്രമേ കർണാടകത്തിൽ വിറ്റഴിക്കപ്പെടുന്നുള്ളൂ. അത് ശരി, 81% കർണാടകത്തിന് 81% കർണാടകത്തിന് പുറത്താണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതിനൊരു ഇൻ്റർനാഷണൽ മാർക്കറ്റ് കൂടി അവർ ലക്ഷ്യം വെക്കുന്നുണ്ട്. ആ ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് കൂടി അവർക്ക് ചെല്ലണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേറൊരു കാര്യം കൂടിയാണ്, അങ്ങനെ ഇൻ്റർനാഷണലി വിറ്റ് പോകാവുന്ന ഒരു മോഡൽ വേണം. ഇൻ്റർനാഷണലി മാർക്കറ്റുള്ളൊരു മോഡലാണ് തമന്ന. അപ്പോൾ ഇൻ്റർനാഷണലി മാർക്കറ്റുള്ള മോഡലാണ് തമന്ന. ഒന്ന്, ഈ പ്രോഡക്റ്റ് ഇൻ്റർനാഷണലി വിറ്റുപോകേണ്ടതുണ്ട്. 2, ലോക്കലായിട്ടുള്ള മാർക്കറ്റ് വളരെ ചെറിയ 19% മാത്രമാണ്. ഈ സാഹചര്യത്തിൽ കർണാടക പ്രാദേശികവാദവുമായി ചെല്ലുന്നത് ശരിയല്ല എന്നാണ് MB പട്ടേലിൻ്റെ വാദം. അത് ശരിയാണല്ലോ, പ്രായോഗികമാണെന്നല്ല, ഇത് കച്ചവടമാണ് എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ പരമാവധി ലാഭമല്ലേ ലക്ഷ്യം. അതെ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വേറെ കാര്യം ചോദിക്കട്ടെ. ഈ മൈസൂർ സാൻഡൽ പോലെ കേരളത്തിൽ നമുക്ക് കേരള സോപ്സ് ആൻഡ് അങ്ങനെ എന്തോ സാധനമുണ്ട്, ഡിറ്റർജൻറ്റ്. അവർക്ക് കേരള സാൻഡൽ സോപ്പ് ഉണ്ടായിരുന്നു, വേപ്പെന്നും പറഞ്ഞൊരു സോപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കാണാനില്ലല്ലോ, അതെല്ലാം പോയി കഴിഞ്ഞു. ഇപ്പോൾ ഉണ്ടോ? കമ്പനി ഉണ്ടോ? അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെന്തൊക്കെ പറഞ്ഞാൽ MB പട്ടേൽ പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇത് കച്ചവടമായിട്ട് തന്നെ കാണണം. ഇവിടെ എന്താ പറ്റിയത്? കച്ചവടം ഇവിടെ അങ്ങനെയല്ല, കച്ചവടമായിട്ടല്ല കണ്ടത്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ഏത് സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാലും ആ സ്ഥാപനത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതിൻ്റെ ഇരട്ടി സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്ത് വെക്കും. പാർട്ടിക്കാരെ മുഴുവൻ കയറ്റും. അത് ഒരു പാർട്ടിക്കാരല്ലല്ലോ. കേരളത്തിലാണെങ്കിൽ എത്ര, ഇന്ത്യയിൽ 2500-ലേറെ പാർട്ടികളുണ്ട് എന്നാണ് ഈയിടെ ഒരു കണക്ക് ഞാൻ വായിച്ചത്. പ്രധാനമന്ത്രി തന്നെ പറഞ്ഞൊരു കണക്കാണ്. അപ്പോൾ അതിൽ തന്നെ ഇവിടെ ഒരു 10 എല്ലാം കൂടി നോക്കുകയാണെങ്കിൽ ഒരു 100-ന് താഴെ പാർട്ടികളുണ്ടാകും. അതിൻ്റെ അപ്പോൾ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ എല്ലാ പാർട്ടിക്കും അതിൻ്റെ വിഹിതം കിട്ടി വരുമ്പോൾ അവരെല്ലാം ചേർന്ന് ആ സ്ഥാപനം ഇക്കണോമിക്കലി വയബിൾ അല്ലാത്തൊരവസ്ഥയിലെത്തും. ഇവരതിന് തയ്യാറില്ല. കർണാടക സർക്കാരിൻ്റെ വാദം എന്ന് പറഞ്ഞാൽ ഇതൊരു കച്ചവടമായിട്ട് ഞങ്ങൾ കാണാൻ പോകുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ വാദം ഇപ്പോൾ ഉന്നയിക്കപ്പെടുകയും ആക്ഷേപം വരുന്നതിൻ്റെ പിന്നിലൊരു രാഷ്ട്രീയ ചരിത്രവും കൂടിയുണ്ട്. ആ രാഷ്ട്രീയം മാത്രമല്ല ആ രാഷ്ട്രീയം എന്താണെന്ന് വെച്ചാൽ, ജി പരമേശ്വര എന്ന് പറയുന്ന അവിടുത്തെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി, ഇപ്പോൾ അദ്ദേഹം അവിടുത്തെ PCC പ്രസിഡൻ്റാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അല്ല, PCC പ്രസിഡന്റ് DK ശിവകുമാർ തന്നെയാണ്. DK ശിവകുമാർ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് വേറെ എന്തൊരു സംഗതിയുണ്ട്. അദ്ദേഹം മന്ത്രിയാണെന്ന് തോന്നുന്നു കേട്ടോ. അതെയോ? അദ്ദേഹം മന്ത്രിയാണ് ആണെന്ന് എനിക്ക് എൻ്റെ ഒരു ആഭ്യന്തരമന്ത്രി ആയിരുന്നു മുമ്പ്. അപ്പോൾ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാണോ? ഇപ്പോഴും ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിലും അദ്ദേഹത്തിൻ്റെ വീടുകളിലും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ വീടുകളിലുമൊക്കെ വ്യാപകമായ റെയ്ഡ് നടന്ന് EDയുടെ ഇതിൻ്റെ. അപ്പം അതിൻ്റെ ഒരു ആക്ഷേപം വന്നേക്കണം എന്താണെന്ന് വെച്ചാൽ,
ഇദ്ദേഹത്തിനെതിരെയുള്ള വസ്തുതകൾ മുഴുവനും ഇഡിക്ക് എത്തിച്ചു കൊടുത്തത് DK ശിവകുമാറിൻ്റെ കക്ഷികളാണ് എന്നാണ് ആക്ഷേപം. പാര വെച്ചതാണ്. അപ്പോൾ ആ ഗ്രൂപ്പാണ് ഈ സാൻഡലിനെതിരെ അവിടുത്തെ കർണാടകയിലുള്ള സിനിമാക്കാരെ കൊണ്ടും പ്രാദേശികവാദികളെ കൊണ്ടും എല്ലാം രംഗത്ത് വരുത്തിച്ചിരിക്കുന്നത് എന്ന ഒരു വ്യാഖ്യാനവും കൂടി ഇതിനകത്തുണ്ട്. അല്ലാതെ ഒരു വെറും സോപ്പ് വിൽപ്പന മാത്രമല്ല, വല്ലഭനും പുല്ലു ആയുധം അല്ല, ഇത് കിട്ടിയപ്പോൾ ഇതുകൂടി അവർ ഉപയോഗിക്കുകയും പ്രാദേശികവാദം ആളി കത്തിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വരുന്ന സമയത്ത് MB പട്ടേലിൻ്റെ ഇത് വരികയും അത് അൾട്ടിമേറ്റായിട്ട് എന്ത് ചെയ്യും, ഒരു ലോ ആൻഡ് ഓർഡർ പ്രോബ്ലമായിട്ട് വരികയോ ഒക്കെ ചെയ്യാൻ സാധ്യത ഉള്ളതാണ്. കാരണം മനുഷ്യനെ കർണാടക സർക്കാർ അങ്ങനെ വല്ലാതെ വഷളായി പോവാണല്ലേ? അല്ല, അത് അങ്ങനെ പോകുള്ളൂ. അത് കാരണം എന്ന് വെച്ചാൽ അവിടെ ഒരു സർക്കാരല്ല കർണാടകയിലുള്ളത്. DK ശിവകുമാർ ഒരു മുഖ്യമന്ത്രിയാണ്. അതെ, സിദ്ധരാമയ്യ വേറൊരു മുഖ്യമന്ത്രിയാണ്. പരമേശ്വര ഏത് സമയത്തും മുഖ്യമന്ത്രി ആകേണ്ട ഒരാളാണ്, ആകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് മുഖ്യമന്ത്രിമാർ നിന്ന് ആ മുഖ്യമന്ത്രിമാരെല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് ഭരിച്ച് ഒരവസ്ഥയിൽ എത്തിച്ചിരിക്കുന്ന പ്രദേശമാണ് കർണാടക. എന്തായാലും ശരിയാണ്, ആ സംസ്ഥാനത്തിൻ്റെ വികസനത്തെ പ്രതികൂലമായിട്ട് ഇതെല്ലാം ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഈ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പശ്ചാത്തലവും കൂടി തമന്നയെ ഭർസിക്കുന്നതിലെ, അങ്ങനെ ഒരു വാക്കുണ്ടല്ലോ മലയാളത്തിൽ, ചീത്ത വിളിക്കുക എന്നുള്ളതിന്, ആ തമന്നയെ ചീത്ത വിളിക്കുന്നതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ഏതായാലും എനിക്ക് തോന്നുന്നത് ഇത് കർണാടക മന്ത്രിയുടെ ഇപ്പോൾ സാറ് പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ വേണം ഒരു മന്ത്രി പറയാൻ. അല്ല, അത് എന്താ കാര്യം വെച്ചാൽ കച്ചവടമായിട്ട് കാണണം. കേരളത്തിൽ നിങ്ങൾ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ആഹാരം കഴിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കഴിച്ചിട്ടുണ്ട്, എൻ്റെ പൊന്നോ ഓർമ്മിപ്പിക്കരുത്. KTDC ആണ് നടത്തുന്നത്. അതെ, ഞാനൊരു 10 കൊല്ലം സർക്കാരിൻ്റെ സേവനത്തിലോട്ടിരുന്ന 10 കൊല്ലവും ഞാൻ എവിടെ പോയാലും ഞാൻ സ്റ്റാർ ഹോട്ടൽസിൽ താമസിക്കാറില്ല, ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസുകളിലേ താമസിക്കുള്ളൂ. വൈസ് ചാൻസലർക്കും PSC ചെയർമാനും ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് അല്ല സ്റ്റാർ ഹോട്ടൽസ് എടുക്കാൻ പ്രൊവിഷൻ ഉള്ളപ്പോഴും ഞാനത് ചെയ്യാറില്ല. പക്ഷേ അവിടെയൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇന്നും ബ്രേക്ക്ഫാസ്റ്റ് ഒറ്റ സാധനമാണ്. അതായത് ആരുടെയെങ്കിലും ശരീരത്തിലേക്ക് എറിഞ്ഞ് തലയിൽ കൊണ്ടു കഴിഞ്ഞാൽ തല പൊട്ടിപ്പോകാവുന്ന അത്രയും കഠിനമായ ഇഡലിക്കൊരു ഏറ് കിട്ടിക്കഴിഞ്ഞാൽ ആളുടെ കാര്യം തീരുമാനമായി. പിന്നെ ഒരേ രുചിയിൽ കിട്ടുന്ന ഇതുവരെ ഒരു മാറ്റവുമില്ലാത്തൊരു സാമ്പാർ, പാതി വേവിച്ചെടുക്കുന്ന പഴത്തിൻ്റെ ഒരു കഷ്ണം, ഇന്നും അത് തന്നെയാണ്. എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോട്ടൽ കച്ചവടം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും സർക്കാർ ചെയ്യേണ്ടതല്ല, സർക്കാരിൻ്റെ പണിയല്ല അത് ഹോട്ടൽ കച്ചവടം അറിയാവുന്നവരെ ഏൽപ്പിക്കണം. സർക്കാർ ഇത് ചെയ്യണമെങ്കിൽ ആരാണ്? സെക്രട്ടേറിയറ്റ് ഇതിനൊരു വകുപ്പുണ്ടാകും, അതിനൊരു സെക്രട്ടറി ഉണ്ടാകും, അതിന് അഡീഷണൽ സെക്രട്ടറി ഉണ്ട്, പിന്നെ ജോയിൻറ്റ് സെക്രട്ടറി ഉണ്ട്, അണ്ടർ സെക്രട്ടറി ഉണ്ട്, സെക്ഷൻ ഓഫ് അസിസ്റ്റൻറ്റ് സെക്രട്ടറി ഉണ്ട്, അണ്ടർ സെക്രട്ടറി. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ താഴേക്ക് വന്ന് അവൻ ഫയലിൽ എഴുതണം. അപ്പോഴെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വട തൂക്കി നോക്കേണ്ടി വരും. പിന്നെ ആ വട ഒരേ രീതിയിൽ. പക്ഷേ KTDC എന്നുള്ള സ്ഥാപനം ഇതെല്ലാം ചെയ്യുന്നില്ലേ? ഹോട്ടൽ നടത്തുന്നുണ്ടല്ലോ, ചൈത്രം പോലെയുള്ള ഹോട്ടലുകൾ. അല്ല, തിരുവനന്തപുരത്ത് മസ്കറ്റ് എങ്ങനെയാണ് നിലനിൽക്കുന്ന സർക്കാരിൻ്റെ ഫംഗ്ഷൻ കൊണ്ടാണ്. വേറെ ആരും അങ്ങോട്ട് പോകുന്നില്ല. ഇതൊക്കെ എന്ന് വെച്ചാൽ സ്വകാര്യ സംരംഭകരെ ഏൽപ്പിക്കേണ്ടതാണ്. അത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ലാഭം ഉണ്ടാക്കണം. അതെ. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർ രാവിലെ നല്ല ഭക്ഷണം കൊടുക്കും. രാവിലെ നല്ല ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ആളുണ്ടാകും. ഈ ആലുവ ഗസ്റ്റ് ഹൗസിൽ ഉച്ചയ്ക്ക് നല്ല മീൻകറിയും ചോറും കിട്ടുമായിരുന്നു. അവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഇപ്പം അത് നിർത്തിയെന്ന് ഞാൻ ചെന്നപ്പോൾ പറഞ്ഞു. അത് ശരി. ഈ അടുത്ത് ഞാൻ പഴയ ഓർമ്മ വെച്ച് അതുവഴി പോകുന്ന സമയത്ത് ഭക്ഷണം കഴിക്കേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വന്നാൽ പിന്നെ ഗസ്റ്റ് ഹൗസിൽ കാരണം റിലാക്സ് ചെയ്തിരുന്ന് കഴിക്കാമല്ലോ എന്ന് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ആണ് പറയുന്നത് ഇപ്പോൾ പുറത്തുള്ള ആർക്കും കൊടുക്കില്ല, അവിടെ ഉള്ളവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. എന്തൊരു രീതിയാണ്. പിന്നെ സാറ് പഴയ ആളായതുകൊണ്ട് സാറിന് ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു പഴയ മീൻകറി ഇല്ല സാറേ, പഴയ മീൻകറി ഒന്നുമില്ല എന്ന് പറഞ്ഞു. നല്ല മീൻകറിയും നല്ല ചോറും കിട്ടിയിരുന്നതാണ്.
അന്നത് പ്രൈവറ്റ് ആയിട്ടുള്ള ആരുമാണ് നടത്തിക്കൊണ്ടിരുന്നത് ക്യാൻറ്റീൻ. ഇപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് KTDC നേരിട്ടാണ്. KTDC നേരിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. KTDC നേരിട്ട് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തൂക്കം കൃത്യമായിരിക്കും, പക്ഷേ രുചി ശരിയായില്ല. അതെ അതെ. ഇപ്പോൾ അയല വാങ്ങിയിട്ട് ഒരു അയല വറക്കുന്നതിന് വേണ്ടി എത്രയായിട്ട് മുറിക്കണം, എത്രയായിട്ട് ഇങ്ങനെ വരയണം എന്നുണ്ടാകും. അത്രയായിട്ടേ വരയാൻ പറ്റുള്ളൂ. ഒരെണ്ണം കൂടാൻ പറ്റില്ല, ഒരെണ്ണം കുറയാനും പറ്റില്ല. പിന്നെ ഒരു അയിലയിൽ എത്ര ഗ്രാം പേസ്റ്റ് ചെയ്യണമെന്നുണ്ടാകും. ഉപ്പും മുളകും എല്ലാം കൂടിച്ചുള്ള പേസ്റ്റ് ഉണ്ടല്ല വറക്കുന്നതിന് മുമ്പ്, അതുണ്ട്. അത് ഇതിൻ്റെ ഈ മീനിൻ്റെ സ്വഭാവം അനുസരിച്ച് ഇത് കൂട്ടുകയും കുറയ്ക്കുകയും വേണം എന്നുള്ള കാര്യം അറിയില്ല. അതെ അതെ. ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ഒരു മാറ്റമാണ് കർണാടകയിൽ. ഏതായാലും കർണാടകയിൽ മൈസൂർ സാൻഡലിട്ട് തമന്ന തന്നെ കുളിക്കണമെന്ന് മന്ത്രി പറഞ്ഞത് ശരിയാണ്. തമന്ന തന്നെ കുളിക്കട്ടെ. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.